ഹായ് ഹലോ അതെ നമുക്കൊരു ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് 30 എണ്ണമാണ്. അപ്പോൾ 30 എണ്ണം എന്തിനാണ് ഇത്രയും വലിയ ക്വാണ്ടിറ്റി എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പം നമുക്ക് കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേര ഫിഷാണ് എടുത്തേക്കുന്നത്, 3/4 കിലോ. അത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് വെക്കുക. അത് ഇങ്ങനെ ഷ്രെഡഡ് ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് 5 വലിയ സവാള ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഒരു 7 ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് പേസ്റ്റിൽ ക്രഷ്ഡ് ആക്കിയാലും മതി, ക്രഷ്ഡാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ മല്ലിയില, കറിവേപ്പില, പിന്നെ ഗരം മസാല 2 ടേബിൾ സ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ വേണം, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ, പെരുംജീരകം 2 ടീസ്പൂണ്, പിന്നെ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞ ഒരു പാക്കറ്റിൻ്റെ ബ്രെഡ് ക്രംസ് ആണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് വെക്കുക. ഒരു കിലോ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കേണ്ട ഉരുളിയാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. അതിലേക്ക് പെരുംജീരകം നന്നായിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാക്കി വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് അതിൻ്റെ പച്ചമണം മാറുമ്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ കറിവേപ്പില ബോളാട്ടല്ല ഇടുന്നത് കേട്ടോ, അത് ചോപ്പ് ചെയ്താണ് ഇടുന്നത്. പിന്നെ ചോപ്പ് ചെയ്ത സവാള എല്ലാം ഇട്ട് കൊടുക്കുക. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കിനും പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് മസാല പൗഡേഴ്സ് എല്ലാം തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ആ മസാലയുടെയും കൂടെ പച്ചമണം മാറി വരണം കേട്ടോ. പിന്നെ അതിലേക്ക് നാരങ്ങ, അത് പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു, ഒരു വലിയ നാരങ്ങൻ്റെ നന്നായി ജ്യൂസ് എടുത്ത് അതിനകത്തേക്ക് ഒഴിക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിനായിട്ട് നന്നായിട്ട് നമ്മുടെ മസാല സെറ്റാക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഉണ്ടല്ലോ, മാഷ് ചെയ്ത് വെച്ചാൽ ആ പൊട്ടറ്റോ എല്ലാം വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. പൊട്ടറ്റോ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 4-5 സ്പൂണ് ബ്രെഡിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കാം. എന്താ നമ്മുടെ മോയ്സ്ചർ, അതിനകത്തുള്ള എക്സ്ട്രാ മോയ്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബ്രെഡ് അബ്സോർബ് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് നമ്മൾ ഒരുപാട് വിട്ട് അരച്ചില്ല കേട്ടോ, ഇങ്ങനെ ഷ്രെഡഡ് ആയിട്ട് പെരുത്താണ് ഇട്ടേക്കുന്നത്. നമുക്ക് കടിക്കാൻ കിട്ടണം ആ ഒരു ഫിഷിന്. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ പീസായിട്ട് തന്നെ ഷ്രെഡഡ് ചെയ്ത് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ഫൈനലായിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി തണുക്കണം. നല്ല ചൂടോടെ ഇരിക്കുകയല്ലേ, അതൊന്ന് ചൂട് മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു 3 മുട്ട, അതിപ്പോൾ 2 മുട്ട കാണിച്ചിട്ടുള്ളൂ, 3 എക്സ്ട്രാ ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മുട്ട ബീറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഷേപ്പ് ചെയ്താണ്ട് ഈ ഒരു ഡ്രോപ്സിൻ്റെ ഷേപ്പാണ് ഇട്ട് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി തട്ടി പൊത്തി ഇങ്ങനെ വെക്കുക കേട്ടോ. ഇത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട്, മസാല എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പാൻ വെക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതേപോലെ നല്ല എണ്ണ ചൂടായിട്ട് വേണം കേട്ടോ നമ്മളുടെ കട്ട്ലേറ്റ്സ് ഓരോന്നും ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു കട്ട്ലേറ്റ് ഫിഷ് കട്ട്ലേറ്റാണ്. ചൂരമീനും ചെയ്യാൻ നമ്മൾ ചെയ്തേക്കുന്ന കേരയുടെ ഫിഷ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് നമുക്ക് കട്ട്ലേറ്റ്സ് എല്ലാം കിട്ടിയേക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ബൾക്ക് ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരു ഗസ്റ്റിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ നമുക്കൊരു വലിയൊരു ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. ആ ഓർഡർ എന്ന് പറഞ്ഞാൽ 30 കട്ട്ലറ്റ്, ഒരു 55 ഇടിയപ്പം, അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇടിയപ്പം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. 55 ഇടിയപ്പം, പിന്നെ 10 പോർഷൻ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ നമുക്ക് തന്നേക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഒരു വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് എല്ലാ ആൾക്കാരെ വെച്ചിട്ട് നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു വലിയൊരു ഓർഡർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ഓർഡറാണ്. ഒരു 20 പേർക്കുള്ളൊരു ഫുഡ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. അത് വലിയ സന്തോഷം. അപ്പോൾ നല്ല റിവ്യൂവും കിട്ടിയിട്ടുണ്ട്, നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാനും പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഫുഡ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ഇങ്ങനെ എല്ലാവർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.